ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചനേന്ത്രക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പച്ചനേന്ത്രക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചക്ക വെച്ചും പച്ചനേന്ത്രക്ക വെച്ചും നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ആ പ്ലേലിസ്റ്റിൻ്റെ ഉണ്ടാവും. അതായത് പച്ചക്ക റെസിപ്പി അല്ലെങ്കിൽ പച്ചനേന്ത്രക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു 15ഓളം വീഡിയോസിലെപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ടൊരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ചെറിയൊരു സവോള, അല്ലെങ്കിൽ ഒരു വലിയ സവോളയാണെങ്കിൽ അതിൻ്റെ അരമുറി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 7-8 ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചനേന്ത്രക്ക കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു കറ ഉണ്ടാവില്ല. ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടും, കളർ ചേഞ്ച് ആവത്തൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് എടുക്കണം. ഒരുപാട് വലിയ പീസാക്കണ്ട, തീരെ ചെറിയ പീസും ആക്കണ്ട. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 1 മിനിറ്റ് ഈ എണ്ണയിൽ നന്നായിട്ട് നമ്മുടെ കായ ഒന്ന് വഴറ്റിയെടുക്കാം. കായങ്ങ് വെന്തുടഞ്ഞ് പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഈ റെസിപ്പിക്ക് കായ വെന്തുടഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താലും മതി. പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പച്ചക്കായ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഒരു പിടിയോളം കടല, നമ്മുടെ കറുത്ത കടല ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുതിർക്കാൻ വെച്ചിരിക്കണം. കുതിർത്താൻ വെച്ചതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഒരു പിടി മതിയാവും. ഒരു പിടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് തലേന്ന് രാത്രിയിലെങ്ങാനും കുതിരാൻ വേണ്ടി വെച്ചിരുന്നാൽ മതി. രാവിലെ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്കതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചാൽ മതി. കുക്കറിൽ 1-2 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കടല വേവാൻ വയ്ക്കാം കേട്ടോ. നമുക്ക് അപ്പോഴത്തേനും ഇതായി വരുമ്പോഴേക്കും കടല വെന്ത് കിട്ടും. കടലയൊന്നും ഒരുപാട് അളവ് കൂട്ടണ്ട, ഒരു പിടി മതിയാവും. കറുത്ത കടലയാണ് ടേസ്റ്റ്, വെള്ളക്കടല എടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോവും, കുഴയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 1/4 വേവാകുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ, തിളച്ച് വെന്ത് വരണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കടല ഉപ്പിട്ടല്ല വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി, നമ്മുടെ കായൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. നല്ല ഒരു പിടി തേങ്ങ കുറച്ചുകൂടി വേണം, പക്ഷേ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിടി തേങ്ങ എടുക്കുന്നുള്ളൂ. ഒരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം. വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ കടലയൊക്കെ ചേർക്കുന്നതാണല്ലോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കറക്കി ഒന്ന് എടുത്താൽ മതി. അതൊന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്, തോരൻ്റെ പരുവം. ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് കൊണ്ടുവരാം. 2 ചെറിയ ഉള്ളിയും കൂടി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ അതൊന്ന് കറക്കിയെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഊറ്റി ചേർത്ത് കൊടുക്കുക. കാരണം വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് കുറച്ച് മുളപ്പിച്ച കടലയാണ് കേട്ടോ. മുളപ്പിച്ച കടല ഞാൻ വേവിച്ചെടുത്താണ്. കടല നമ്മൾ മുളപ്പിക്കാൻ വെക്കുമല്ലോ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ കടല എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മുളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അതുണ്ടായതുകൊണ്ട് അത് തന്നെ വേവിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചതാണ്, മുളപ്പിച്ചിട്ട് വേവിച്ചെടുത്തതാണ്.
അപ്പം ഇതിന് ഈ റെസിപ്പിക്ക് മുളപ്പിക്കണം എന്നില്ല. ഇത് ഞാൻ മുളപ്പിച്ച കടല ആയതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, തേങ്ങയുടെ പച്ച അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നമ്മുടെ കടലയൊക്കെ ഒന്ന് വെന്ത് ആ ഒരു കടലയിലൊക്കെ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ കായും എല്ലാം ഒന്ന് ജോയിൻ്റായി വരുമ്പോൾ, കടല ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്, ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ്റായി വരുമ്പോഴേക്കും, ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ്, പച്ചരപ്പിൻ്റെ സ്വാദൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെക്കണം. ഈ സമയത്ത് നമുക്ക് വേറൊരു കൂട്ട് ചെയ്യാം. ഒരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ല ഒരു 1-1.5 പിടിയോളം തേങ്ങ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ അരപ്പിനേക്കാൾ കൂടുതൽ ഈ മൂപ്പിച്ച തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോഴാണ് അതിന് ശരിക്കൊരു ടേസ്റ്റ് കിട്ടുക. ഈ മൂപ്പിച്ച തേങ്ങയുടെ ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരിക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം. അരപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ മൂപ്പിച്ച തേങ്ങയാണ് കേട്ടോ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. എത്രത്തോളം ചേർക്കാവോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ മൂപ്പിച്ച തേങ്ങയിട്ട് നോർമൽ നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിടാതെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മൂപ്പിച്ച തേങ്ങ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. തട്ടി ഒന്ന് ചിക്കിയിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.